പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ച പല കുട്ടികൾക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ. അത് സത്യമാണ്, കുറച്ച് പാടാണ്, കുറച്ച് മനസ്സിലാക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ ഈ ചാപ്റ്റർ അത്ര പ്രയാസമുള്ളൊരു ചാപ്റ്റർ അല്ല. എടാ അതാ ഇവിടെ കാണുന്നത്, ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഇത്രയും ടൈപ്പ് ചോദ്യങ്ങൾ, അതാ ഒരു 5 or 6 ടൈപ്പ് ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് കൃത്യമായി അറിയാമെങ്കിൽ തട്ടിക്കൂട്ടല്ല, വ്യക്തമായിട്ട് നന്നായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഏതും ആയിക്കോട്ടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കുറച്ച് സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഈ ടോപ്പിക് ഒന്ന് കവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചോദ്യങ്ങൾ മാത്രം, നിങ്ങൾ ഈ ടോപ്പിക് എല്ലാം പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് എല്ലാം അറിയാം, ഈ ടോപ്പിക്ക് മാത്രം, ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്നുള്ളവരാണെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്ത് പോയിട്ട് ഈ വരുന്ന ഭാഗം മാത്രം കണ്ടോ. ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ ഒരു തവണ ഒന്ന് പറയാൻ പോവുകയാണ്. അധികമൊന്നുമില്ല, ഒരു 10-15 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, ഇത്രയും ടോപ്പിക്ക്, ഇത്രയും പോയിന്റുകളാണ് പഠിക്കാനുള്ളത്. തിയറി പോർഷൻ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് എഴുതണമല്ലോ. അപ്പോൾ പഠിക്കാത്ത കുട്ടിക്ക് അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഞാനൊന്ന് പറഞ്ഞുതരും, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ പറഞ്ഞുതരും. പിന്നെ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ, ഇവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറേ ടൈപ്പ് ചോദ്യങ്ങൾ ഞാൻ മറ്റൊരു ക്ലാസ് വീഡിയോ ആയിട്ട് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും, കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ തറവാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോസ് വളരെ ഓരോ പോയിന്റും എടുത്ത് വ്യക്തമാക്കി പറയുന്ന ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ചെറിയ ടോപ്പിക്ക് ഇപ്പോൾ പറയുമ്പോൾ, ഇപ്പോൾ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ പറയുന്നു, അത് അത്ര ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കത്തില്ല. ഇനി അത് ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പ്ലേലിസ്റ്റ് ചെന്നിട്ട് ആ ക്ലാസ് എടുത്ത് കണ്ടോ, ഒരു 10-15-20 മിനിറ്റിനകത്ത് മാക്സിമം അത് തീർക്കാൻ പറ്റും. ഓക്കെ, റെഡിയാണല്ലോ, തുടങ്ങാമല്ലോ. എടാ ഞാനാണ് ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് എങ്കിൽ ഞാൻ ആദ്യം പഠിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ലിമിറ്റേഷൻ ആയിരിക്കും. എന്തായിരിക്കും? ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ലിമിറ്റേഷൻ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മൾ ഇവിടെ കാണുന്നത് പോലെ, ഈ കാണുന്ന പോലെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ വ്യക്തമായിട്ടുള്ള റൗണ്ടിൽ ഇലക്ട്രോൺസ് കിടന്ന് ചുറ്റും എന്ന് പറഞ്ഞ ആറ്റം മോഡലിൻ്റെ പേരാണ് ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഈ പറഞ്ഞതിനകത്ത് കുറച്ച് തെറ്റ് കണ്ടെത്തി. എന്തൊക്കെയാണ് തെറ്റ്? ഒന്ന്, ഈ ഇലക്ട്രോണിനെ നമുക്ക് ഇതുപോലെ ഒരു പോയിന്റ് ആയിട്ട് ഒരിക്കലും കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ മാത്രമല്ല, മറിച്ച് അത് എന്തുകൂടെയാണ്, ഒരു വേവ് കൂടെയാണെന്ന് കണ്ടെത്തി. ആര് കണ്ടെത്തി? കണ്ടെത്തിയ ആളുടെ പേരാണ് ലൂയിസ് ഡി ബ്രോഗ്ലി. അപ്പോൾ ലൂയിസ് ഡി ബ്രോഗ്ലി പറഞ്ഞു, പാർട്ടിക്കിൾസ്, ചെറിയ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺസ് പോലെ ഉള്ളതിന് വേവ് നേച്ചറുണ്ട്, അതിന് പാർട്ടിക്കിൾ നേച്ചർ മാത്രമല്ല ബോർ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു വൃത്തത്തിൽ ഒരു ഓർബിറ്റ് കടന്ന് ചുറ്റുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇലക്ട്രോൺ എന്ന് പറയുന്നത് വളരെ ചെറുതും അതുപോലെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒന്നുമാണ്. ഇതിൻ്റെ കറക്റ്റ് പൊസിഷനും അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡും ഒന്നും കണ്ടെത്താൻ നമുക്ക് സാധിക്കത്തില്ല എന്ന് ആര് പറഞ്ഞു? ഹെയ്സൻബർഗ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ. അപ്പോൾ 2 പ്രിൻസിപ്പിൾസ്. ഒന്ന്, ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇനി മുതൽ എന്തല്ല, പാർട്ടിക്കിൾ അല്ല, വേവ് സ്വഭാവം കൂടി കാണിക്കും. അതുപോലെ തന്നെ അതിനെ വ്യക്തമായിട്ട് അതിൻ്റെ പൊസിഷനും മൊമെൻറ്റും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് ആര് പറഞ്ഞു? ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും പറഞ്ഞു. ഇത് രണ്ടും കൂടെ വന്നതുകൊണ്ട് നമ്മുടെ ബോർ മോഡലിന് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്തു? ഫെയിലായി. അതായത് ഇന്ന് സയൻറ്റിസ്റ്റുമാർ വിശ്വസിക്കുന്നത് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇങ്ങനെ കാണുന്ന ഒരു പാർട്ടിക്കിൾ അല്ല, ഇറ്റ് ഈസ് എ ക്ലൗഡ് ലൈക്ക് റീജിയൻ. അതെന്താണ്? ന്യൂക്ലിയസിന് ചുറ്റും ഇതുപോലെ കണ്ടോ, കുറേ ഡോട്ടായിട്ട് കാണുന്നുണ്ടല്ലോ, ഇത്തരത്തിലുള്ള ഒരു ക്ലൗഡ് ലൈക്ക് റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് ഇനി പറയാൻ പറ്റൂ? ഇല്ല. നമ്മൾ ഇനി പുതുതായിട്ട് ഉപയോഗിക്കുന്ന വാക്കിൻ്റെ പേരാണ് ഓർബിറ്റൽ. എന്താണ്? ഓർബിറ്റൽസ്. ഓക്കെ, ഓർബിറ്റൽ എന്നോ ഓർബൈറ്റൽ എന്നോ പറഞ്ഞോ സാധനം ഇതാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എന്താണ് ഓർബിറ്റൽ? ഇലക്ട്രോണിൻ്റെ വീടിൻ്റെ പേരാണ് ഓർബിറ്റൽ. ആ ഒരു വീട്ടിൽ എത്ര ഇലക്ട്രോൺസ് കാണും? ഒരു സമയം 2 പേരെ കാണത്തുള്ളൂ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ വീടിൻ്റെ പേരാണെന്ത്? ഓർബിറ്റൽ. അതായത് ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് പറയും? അവൻ അവൻ്റെ വീട്ടിൽ കാണുമെന്ന് പറയും. സോ നിങ്ങൾ എവിടെയാണ് കാണുക എന്നുള്ളതിന് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി എവിടെയാണ്? നിങ്ങളുടെ വീട്ടിലല്ലേ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം താമസിക്കുന്ന വീട്ടിലല്ലേ. അതുപോലെ ഇലക്ട്രോണിൻ്റെ വീടാണ് ആര്? ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ പ്രധാന പ്രശ്നം, നിങ്ങൾക്ക് ഈ ഓർബിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ ഓർബിറ്റലും ഏതാണ്ട് സെയിം ആണെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരും. അത് മാറ്റണം ആദ്യം. ഓർബിറ്റൽ എന്ന് വെച്ചാൽ ഇലക്ട്രോണിൻ്റെ വീടാണ്. ആ വീട്ടിനകത്ത് 2 ഇലക്ട്രോണേ ഒരു സമയം താമസിക്കുള്ളൂ. അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ വാട്ട് ഈസ് ഓർബിറ്റൽ എന്ന് ചോദിച്ചാൽ പറയണം, ഇറ്റ് ഈസ് ദ റീജിയൻ അറൗണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള റീജിയനാണ്. അവിടെ എന്താണ്? ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഈസ് മാക്സിമം. ഇലക്ട്രോണെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടിയ സ്ഥലം ഏതാണോ അതാണ് ഒരു ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഒരു റൗണ്ട് സ്പേസ് ഞാൻ വരച്ചു. ഇതൊരു ഓർബിറ്റലാണ്. ഇതിനകത്ത് എന്ത് ചെയ്യാം? ഇലക്ട്രോൺസ് ഉണ്ടാകാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റീജിയൻ ഞാൻ കാണിച്ചു. ഈ റീജിയനകത്ത് എന്തുണ്ടാവാം? ഓർബിറ്റൽ. ഇതൊരു ഓർബിറ്റൽ. ഇതിനകത്ത് ഇലക്ട്രോൺ കാണാം, മറ്റൊരു ഇലക്ട്രോൺ ഈ റീജിയനിൽ കാണാം, മറ്റൊരു ഇലക്ട്രോൺ എന്ത് ചെയ്യാം? ഈ റീജിയനിൽ കാണാം. അങ്ങനെ ഒരു പ്രത്യേക റീജിയൻ ന്യൂക്ലിയസിന് ചുറ്റുമുണ്ട്. ആ റീജിയനിലായിരിക്കും ഇലക്ട്രോണെ കാണാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൂടുതൽ. ആ റീജിയനാണ് എന്ത് വിളിക്കുന്നത്? ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ ഇലക്ട്രോൺ പഠിച്ചു വന്നതുകൊണ്ട് പറഞ്ഞു, ഒരു ഓർബിറ്റലിനകത്ത് എത്ര ഇലക്ട്രോൺ കാണും? 2 ഇലക്ട്രോൺ കാണും. അത് ഓർത്ത് വെച്ചോളണം. ഒരു ഓർബിറ്റലിനകത്ത് എത്ര ഇലക്ട്രോൺ കാണും? 2 ഇലക്ട്രോൺ കാണും.
ഓക്കെ ആണല്ലോ. അങ്ങനെയുള്ള ഒരു ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ഒരു ഓർബിറ്റലിനെ തപ്പി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിനെ കണ്ടെത്താൻ പറ്റണം. അപ്പോൾ ഞാൻ എന്നെ തപ്പി ഒരാൾ വിദേശത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ എന്നെ പറ്റി പറയുന്ന ആദ്യത്തെ പോയിന്റ് എന്തായിരിക്കും? ഞാനൊരു ഇന്ത്യക്കാരനാണെന്നാണ്. അതുപോലെ ഒരു ഇലക്ട്രോണിനെ പറ്റി നമ്മൾ പറയുന്ന ആദ്യത്തെ നമ്പറിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ അഥവാ എൻ. ഇതെന്തിനെ കാണിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ തൊട്ട് മുമ്പത്തെ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ പറഞ്ഞില്ലേ, ഇങ്ങനെ ഈ പറയുന്ന ഇലക്ട്രോൺസെ ഒരു റീജിയനിൽ കിടന്ന് ചുറ്റുമെന്ന് ആ വരച്ചേക്കുന്ന സാധനമില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് അല്ലെങ്കിൽ എനർജി ലെവൽ എന്ന് വിളിക്കുന്നത്. എനർജി ലെവൽ എന്ന് വിളിക്കും, ഷെൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്ത് വിളിക്കും? ഓർബിറ്റ് എന്ന് വിളിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഇലക്ട്രോൺസ് എപ്പോഴും ഫില്ലാവുന്നത് എനർജിയുടെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ വന്നു, ഫസ്റ്റ് ദിവസമാണ് സ്കൂളിൽ. ടീച്ചർ വരുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ക്ലാസ്സിലോട്ട് വന്നു. ഇഷ്ടമുള്ള ബെഞ്ചിൽ പോയി നിങ്ങൾക്ക് ഇരിക്കാം. നല്ല പഠിക്കുന്ന, അച്ചടക്കമുള്ള, അല്ലേ, ഒരിടത്ത് പറഞ്ഞത് കേൾക്കുന്ന, അനുസരണമുള്ള, നല്ല പഠിപ്പിയായിട്ടുള്ള കുട്ടികളിൽ നിന്ന് നേരെ ടീച്ചറിൻ്റെ അടുത്തുള്ള ഫ്രണ്ട് ബെഞ്ചിൽ പോയി ഇരിക്കും. കാരണം എന്താണ്? അവനവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളൂ. അപ്പോൾ അവന് എനർജിയൊക്കെ കുറവാണ്. അവന് മീൻസ് എനർജി കുറവെന്ന് വെച്ചാൽ നിങ്ങൾ വേറൊരു സെൻസ് എടുക്കരുത്. എനർജി കുറവെന്ന് വെച്ചാൽ അവൻ അച്ചടക്കത്തോടെ അവിടെ മിണ്ടാതിരുന്നോളും. അപ്പോൾ അവൻ അടുത്ത് പോയി ഇരിക്കും ടീച്ചറിൻ്റെ. എന്നാൽ ഈ ടീച്ചർ പറയുന്നത് ഒന്നും കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറച്ച് സംസാരിക്കണം, അല്ല എനിക്ക് കുറച്ച് വായി നോക്കണം, അങ്ങനെയൊക്കെയുള്ളവൻ എന്ത് ചെയ്യും? ഏറ്റവും ബാക്കിൽ പോയിരിക്കും. കാരണം ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും ദൂരെ. ഇതുപോലെ ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് എപ്പോഴും ന്യൂക്ലിയസിൽ നിന്ന് എവിടെ പോയിരിക്കുമെന്നുള്ളത് അവരുടെ എനർജിയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എനർജി ലെവൽ എന്ന് വിളിക്കുന്നത്. കാരണം ഇലക്ട്രോൺ ആദ്യം എവിടെ പോയിരിക്കും, അല്ലെ, ഒരു ന്യൂക്ലിയസിന് ചുറ്റും അതിനടുത്ത് വന്നിരിക്കുമോ അതോ ദൂരെ പോകുമോ, അതിലും ദൂരെ പോകുമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ നമ്പർ അല്ലേ. അപ്പോൾ അതിനെന്ത് വിളിക്കും? എനർജി ലെവൽ കാണിക്കുന്ന നമ്പർ എന്ന് പറയാം. ഈ ഓരോ റൗണ്ടിനെയാണ് നമ്മൾ ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഷെല്ലിനെ കാണിക്കും, ഓർബിറ്റിനെ കാണിക്കും, അല്ലെങ്കിൽ എനർജി ലെവലിനെയും കാണിക്കുമെന്ന് പറഞ്ഞാൽ അതെല്ലാം ആരാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. തിയറി ആയിട്ട് ചോദിക്കാം. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് സ്മോൾ ലെറ്റർ എൻ. സെറ്റാണേ. ഇനി ഇതേ നമ്പർ തന്നെ മറ്റൊരു കാര്യം കൂടി കാണിക്കും. ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് എത്ര ദൂരെയാണ്? ഒരു ഇലക്ട്രോൺ ഇപ്പോൾ ഈ ഓർബിറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അവൻ്റെ ഇത്രയും ദൂരെയാണ്. ഈ ഓർബിറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഇത്രയും ദൂരെയാണ്. ഈ ഓർബിറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഇത്രയും അടുത്താണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്നും എത്ര ദൂരെയാണ്? ഡിസ്റ്റൻസ് ഓഫ് ദ ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ് കാണിക്കുന്ന നമ്പർ ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആര് പറയണം? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് പറയണം. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സാധാരണ എണ്ണൽ സംഖ്യ പോലെ 1, 2, 3, 4 എന്ന നിലയിലായിരിക്കും പോകുന്നത്. സെറ്റ്. അടുത്ത് രണ്ടാമത്തതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഞാൻ പറഞ്ഞല്ലോ, ഇലക്ട്രോണുകൾ ഇരിക്കുന്നത് എവിടെയാണ്? ഇനി തൊട്ട് ഓർബിറ്റലിലാണ്. ഇലക്ട്രോണിൻ്റെ വീടിൻ്റെ പേരാണ് ഓർബിറ്റൽ. അപ്പോൾ ആ വീടിൻ്റെ ഷേപ്പ് എന്താണ്, ആ ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്താണ് എന്ന് പറഞ്ഞിരുന്ന നമ്പറിൻ്റെ പേരാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. എൽ എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഏതാണ്? സ്മോൾ ലെറ്റർ എൽ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഒരു ഓർബിറ്റൽ എന്ന് പറയുന്ന സാധനത്തിന് കുറേ എണ്ണത്തിന് ഒരേ പ്രോപ്പർട്ടി കാണിക്കും. അവരെല്ലാവരും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സബ്ഷെല്ല് എന്ന് വിളിക്കുന്നത്. ഇത് വിളിക്കുന്നത് സബ്ഷെൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സബ്ഷെല്ല് ഏതെന്ന് കാണിക്കുന്ന നമ്പർ ഏതെന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. അപ്പോൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ രണ്ട് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന്, ഇലക്ട്രോണിൻ്റെ വീടായിട്ടുള്ള ഓർബൈറ്റലിൻ്റെ ഷേപ്പ് എന്താണെന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഓർബൈറ്റലുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന സബ്ഷെൽ ഏതാണെന്നും പറഞ്ഞു തരും. അങ്ങനെ 4 സബ്ഷെല്ലാണുള്ളത്. എസ്, പി, ഡി, എഫ്. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൻ്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ 0 ആണ്. അത് പഠിച്ചു വെച്ചോളൂ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1, 2, 3 എന്ന് പോകുമെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ പോകുന്നത് 0, 1, 2, 3 എന്നാണ്. അതിൽ ആദ്യത്തെ ഏറ്റവും എനർജി കുറഞ്ഞ സബ്ഷെല്ലാണ് എസ് സബ്ഷെല്ല്. അതിൻ്റെ വാല്യൂ 0, പിയുടേത് 1, ഡിയുടേത് 2, എഫിൻ്റെത് 3 എന്നാണ്. മറന്നു പോകരുത്. ഇത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ഇനി അങ്ങോട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തെറ്റും. അപ്പോൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഓർബിറ്റലിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ സബ്ഷെൽ ഏതെന്ന് കാണിക്കുന്നു. അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എസ്, പിയും, ഡിയും, എഫുമാണ്. അതിൽ 0 എന്ന നമ്പർ എസിനെ കാണിക്കും, 1 പിയെ കാണിക്കും, 2 ഡിയെ കാണിക്കും, 3 എഫിനെ കാണിക്കും. ഇത് മറന്നു പോകരുത്. ഇനി അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം. ഇതൊന്നുമില്ല, ഓറിയൻറ്റേഷനാണ് കാണിക്കുന്നത്. ആരുടെ ഓറിയൻറ്റേഷൻ? ഓർബിറ്റലിൻ്റെ ഓറിയൻറ്റേഷൻ. ഇപ്പോൾ നമ്മൾ വീട് വയ്ക്കുമ്പോൾ പറയത്തില്ലേ, വീട് എങ്ങോട്ട് ദർശിച്ച്, കിഴക്ക് ദർശനമാണോ പടിഞ്ഞാറ് ദർശനമാണോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഓർബിറ്റൽ ഇങ്ങനെ വട്ടത്തിരിക്കുന്ന ഓർബിറ്റലുണ്ട്, ഈ ഷേപ്പിൽ ഇരിക്കുന്ന ഓർബിറ്റലുണ്ട്, ഈ ഷേപ്പിൽ ഇരിക്കുന്ന ഓർബിറ്റലുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിൽ ഇരിക്കുന്ന ഓർബിറ്റലുണ്ട്. ഇത് എങ്ങോട്ട് തിരിഞ്ഞാൽ ഇരിക്കുന്ന ഓറിയൻറ്റേഷൻ പറയണ്ടേ? അതിനുപയോഗിക്കുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അപ്പോൾ എത്ര ഓറിയൻറ്റേഷൻസ് ആയിരിക്കും പോസിബിൾ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മൾ എൽ എത്രയെന്ന് നോക്കുക. എല്ലിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × L + 1 ഇത്രയും നമ്പർ ഓഫ് ഓറിയൻറ്റേഷനാണ് ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു ഓർബിറ്റലിന് പോസിബിൾ ആയിട്ടുള്ളത്. 2L + 1 പോസിബിൾ വാല്യൂസ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് കണ്ടെത്താൻ ചോദിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഇലക്ട്രോണിൻ്റെ
എൽ വാല്യൂ എന്ന് പറയുന്ന 0 ആണെങ്കിൽ അതിലെത്ര ഓറിയൻറ്റേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഓറിയൻറ്റേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2l+1. അപ്പോൾ എങ്ങനെ എടുക്കും? 2 × 0 + 1 ദാറ്റ് ഈസ് 1. ഒരു ഓറിയൻറ്റേഷനെ കാണുള്ളൂ. എല്ലിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എത്ര ഓറിയൻറ്റേഷൻ കാണും? 2 × 1 + 1 അതായത് എത്ര? 2 + 1 3 ഓറിയൻറ്റേഷൻ കാണും. അടുത്ത് എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ എത്ര? 5 ഓറിയൻറ്റേഷൻ കാണും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഓറിയൻറ്റേഷൻ കണ്ടുപിടിക്കുന്നത്. ഇത് ചോദിക്കാം. ഒരു അറ്റോമിക് നമ്പറൊക്കെ തന്നിട്ട് ഓറിയൻറ്റേഷൻ അവസാനത്തെ ഷെല്ലിന് എത്ര, അവസാനത്തെ ഓർബിറ്റലിന് അല്ലെങ്കിൽ അവസാനത്തെ ഇലക്ട്രോണിന് എത്ര ഓറിയൻറ്റേഷൻ ഉണ്ട് എന്ന രീതിയിൽ ചോദ്യം വരാം. 2l+1 ആണ് റൂൾ എന്ന് പറയുന്നത്. ഈ റൂൾസൊക്കെ സെപ്പറേറ്റ് ഒരു പേപ്പറിൽ റൂൾസ് മാത്രമായിട്ട് എഴുതി പഠിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. തീർന്നു, തിയറി പോർഷനൊക്കെ തീർന്നു. നമ്മളിനി അടുത്ത പരിപാടിയിലോട്ട് പോവുകയാണ്. വേറൊന്നുമില്ല, നേരത്തെ പറഞ്ഞ പരിപാടി. എങ്ങനെയാണ് ഇലക്ട്രോണുകൾ ഒരു ന്യൂക്ലിയസിന് ചുറ്റും അറേഞ്ച് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഇലക്ട്രോൺസുകൾ എപ്പോഴും ന്യൂക്ലിയസിന് ചുറ്റും അറേഞ്ച് ചെയ്യുന്നതിന് ഒരു നിയമമുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വേറൊരു കാര്യം പഠിക്കണം. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് തപ്പിയല്ലേ നമ്മൾ പോയത്? ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് തപ്പി പോയപ്പോൾ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? ഷെല്ല്. ഷെല്ലിൻ്റെ അകത്ത് ആരുണ്ട്? സബ്ഷെല്ലുണ്ട്. ഷെല്ലിനകത്ത് ആരുണ്ട്? സബ്ഷെല്ലുണ്ട്. സബ്ഷെല്ലിനകത്ത് ആരുണ്ട്? ഓർബൈറ്റലുണ്ട്. ഓർബൈറ്റലിനകത്താണ് ആരുള്ളത്? ഇലക്ട്രോൺ ഉള്ളത്. ഇത്രയും ഓക്കെ ആണല്ലോ. ഇലക്ട്രോണിനകത്തെ നമ്മൾ അഡ്രസ്സ് നോക്കി പോയപ്പോൾ ഷെല്ലുണ്ട്, ഷെല്ലിനകത്ത് സബ്ഷെല്ല്, സബ്ഷെല്ലിനകത്ത് ഓർബിറ്റൽ, ഓർബിറ്റലിനകത്ത് ഇലക്ട്രോൺ. ഇനി കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുക, എങ്കിലും ശ്രദ്ധിച്ചിരിക്കുക. നോക്കടാ, ഒരു ഷെല്ലിനകത്ത് എത്ര സബ്ഷെല്ലുണ്ട്? ഒരു ഷെല്ലിനകത്ത് എത്ര സബ്ഷെല്ലുണ്ട്? ഒരു ഷെല്ലിനകത്ത് എത്ര സബ്ഷെല്ലുണ്ടെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് n. അത്രയും നമ്പർ ഓഫ് സബ്ഷെല്ല് കാണും. ഒരു ഷെല്ലിൽ എത്ര സബ്ഷെല്ലുണ്ടെന്ന് ചോദിച്ചാൽ n നമ്പർ ഓഫ് ഷെല്ല് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല. ഇതാണ് പറയുന്നത്. ഇപ്പോൾ കെ ഷെല്ലിൻ്റെ വാല്യൂ 1 എന്നല്ലേ? അതിൻ്റെ എന്നിൻ്റെ വാല്യൂ 1 എന്നല്ലേ? അതിലെത്ര സബ്ഷെല്ല് കാണും? ഒരു സബ്ഷെല്ല് കാണും. എല്ലിനകത്ത് 2 അല്ലേ എന്നിൻ്റെ വാല്യൂ? അതിലെത്ര സബ്ഷെല്ല് കാണും? 2 സബ്ഷെല്ല് കാണും. ഓക്കെ ആണല്ലോ. ഇനി ഒരു ഷെല്ലിനകത്ത് എത്ര ഓർബിറ്റൽ കാണും? ഒരു ഷെല്ലിനകത്ത് എത്ര ഓർബിറ്റൽ കാണുമെന്ന് വെച്ചാൽ സിമ്പിളാണ്. n² നമ്പർ ഓഫ് ഓർബിറ്റൽ കാണും. എത്ര ഓർബിറ്റൽ കാണും? n² നമ്പർ ഓഫ് ഓർബിറ്റൽ കാണും. എന്ന് വെച്ചാൽ കെ ഷെല്ലിനകത്ത് 1ൻ്റെ സ്ക്വയർ 1 ഓർബിറ്റൽ ഉണ്ട്. എല്ലിനകത്ത് 2ൻ്റെ സ്ക്വയർ 4 ഓർബിറ്റൽ ഉണ്ട്. ഓക്കെ ആണോ? അടുത്ത് എം എടുക്കുകയാണെങ്കിൽ എമ്മിനകത്ത് എന്നിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3ൻ്റെ സ്ക്വയർ എത്ര? 9 ഓർബിറ്റൽ കാണും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്പർ. n² നമ്പർ ഓഫ് ഓർബിറ്റൽ കാണും. ഓക്കെ ആണല്ലോ. ഇനി ഒരു ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇവിടെ 2 ഇട്ട് കൊടുത്താൽ മതി. 2n² ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ n² 2n². ഇങ്ങനെ വരച്ചു പിടിച്ചാൽ കിട്ടിയില്ലേ? ഒരു ഷെല്ലിനകത്ത് എത്ര സബ്ഷെല്ലുണ്ട്? n നമ്പർ ഓഫ് സബ്ഷെല്ലുണ്ട്. ഒരു ഷെല്ലിനകത്ത് എത്ര ഓർബിറ്റലുണ്ട്? n² നമ്പർ ഓഫ് ഓർബിറ്റലുണ്ട്. ഒരു ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2n² നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സെറ്റല്ലേ? ഇത് ടഫായിട്ട് വന്നാൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് ഉറപ്പായിട്ടും പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ഷെല്ലിനകത്ത് n സബ്ഷെല്ല്, ഒരു ഷെല്ലിനകത്ത് n² ഓർബിറ്റൽ, ഒരു ഷെല്ലിനകത്ത് 2n² ഇലക്ട്രോൺ. ഇത് അവസാനത്തെ ഓർത്ത് വയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ആലോചിച്ച് നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞു ഓർബിറ്റൽ എന്ന് വെച്ചാൽ ആരാ? ഇലക്ട്രോണിൻ്റെ വീടാണ്. ഇലക്ട്രോണിൻ്റെ വീട്ടിൽ എത്ര പേരെ കാണൂ? 2 പേരെ കാണും. അപ്പോൾ ഓർബിറ്റലുണ്ടോ അതിൻ്റെ ഇരട്ടി ആയിരിക്കുമല്ലോ ഇലക്ട്രോൺ. അപ്പോൾ n² ഓർബിറ്റൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി 2n² ആയിരിക്കും ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. സെറ്റാണേ? ഇത് വെച്ച് ബാക്കി എല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. തീർന്നു. അടുത്ത പരിപാടി നോക്കടാ, സബ്ഷെല്ലിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ വരെ നമ്മൾ പറഞ്ഞു. അടുത്ത ഒരു സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? ഒരു സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ട് എന്ന് പറയാനുള്ള ഫോർമുലയാണ് 2l+1. അപ്പോൾ നമ്മൾ ഓറിയൻറ്റേഷൻ പറഞ്ഞ ഫോർമുല തന്നെയാണ് ഇവിടെയും വരുന്നത്. ഒരു സബ്ഷെല്ലിനകത്ത് എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് ചോദിച്ചാൽ 2l+1. ഇനി ഒരു സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണും പൂട്ടി പറയും, സാറേ അത് 2 × 2l+1 ആണ്. പറയത്തില്ലേടാ? 2 × 2l+1 ആണ്. കാരണം എന്താ? ഓർബിറ്റലിൽ 2. അപ്പോൾ ഓർബിറ്റലിൽ ഇരട്ടിയായിരിക്കും ഇലക്ട്രോണിൻ്റെ എണ്ണം. ഓർബിറ്റലിൻ്റെ ഇരട്ടിയായിരിക്കും ഇലക്ട്രോൺ എണ്ണം. അപ്പോൾ ഒരു സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് ചോദിച്ചാൽ 2l+1 ഓർബിറ്റൽ ഉണ്ട്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ സെറ്റായില്ലേ? ഒരു സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് ചോദിച്ചാൽ 2l+1. അങ്ങനെയാണെങ്കിൽ ഒരു സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് ചോദിച്ചാൽ 2 × 2l+1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റാക്കാൻ പറ്റും. ആ ടേബിളിനകത്തൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ തന്ന് മൊത്തം കുഴപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ ഒറ്റ സെറ്റിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ഈ അവസാനം കിടക്കുന്ന ഈ കുഞ്ഞൻ ഇലക്ട്രോൺ എങ്ങനെയാണ് ഒരു ഓർബിറ്റിൽ വരുന്നത്, എങ്ങനെയാണ് ഒരു സബ്ഷെല്ലിൽ വരുന്നത്, എങ്ങനെയാണ് ഒരു ഷെല്ലിൽ വരുന്നത് എന്ന് നമുക്ക് പഠിക്കണ്ടേ? അതിനാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാനായിട്ട് ആദ്യം നമ്മൾ എന്തറിയണം, എങ്ങനെയാണ് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നതെന്ന് അറിയണം. ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത് എപ്പോഴും അതിൻ്റെ എനർജിയുടെ അടിസ്ഥാനത്തിലായിരിക്കും, അതായത് ഏറ്റവും എനർജി കുറഞ്ഞിടത്ത് ആദ്യം. അപ്പോൾ ഷെല്ല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെ ഷെല്ല്, എന്നിട്ട് എൽ, എന്നിട്ട് എം, എന്നിട്ട് എൻ, കെ എൽ എം എൻ എന്ന ഓർഡറിൽ ഫില്ല് ചെയ്യും. സബ് ഷെല്ല് നോക്കിയാലോ എസ് പി ഡി എഫ് എന്ന ഓർഡറിൽ ഫില്ല് ചെയ്യും. ഏത് ഓർഡർ ഫില്ല് ചെയ്യും? എസ് പി ഡി എഫ് എന്ന ഓർഡർ ഫില്ല് ചെയ്യും. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് എനർജിയിലായിരിക്കും ഫില്ല് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കിയേ, കെ എന്ന് പറയുന്ന ഷെല്ലിലെ എസ്സിലായിരിക്കും ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. കെ ഷെല്ലിലെ എസ് എന്ന് പറയുന്ന സബ് ഷെല്ല്. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതും? കെ എസ് എന്ന് എഴുതുമോ? ഇല്ല. നമ്മൾ എങ്ങനെ എഴുതും? ജനറലായിട്ട് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ള ഫോർമുല എൻ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എഴുതണം. എന്നിട്ട് അവിടുത്തെ സബ് ഷെല്ല് ഏതാണെന്ന് എഴുതണം. എന്നിട്ട് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ളത് ഇവിടെ മുകളിൽ എഴുതണം. ഇതാണ് അതിൻ്റെ ജനറൽ രീതി. ഫോർ എക്സാമ്പിൾ, കെ ഷെല്ലിൻ്റെ എൻ വാല്യൂ 1 ആണ് അല്ലേ? കെ ഷെല്ലിൻ്റെ എൻ വാല്യൂ സ്മോൾ എൻ വാല്യൂ 1 അല്ലേ? സബ് ഷെല്ല് എസ്സിൽ എത്ര കൊള്ളും? മാക്സിമം 2 എണ്ണം കൊള്ളും. എസ്സിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 എണ്ണം കൊള്ളും. എസ്സിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 എണ്ണം കൊള്ളും. 2 എണ്ണം കൊള്ളും എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഫോർമുല വെച്ചാൽ കണ്ടുപിടിച്ചത്, അതൊക്കെ അറിയായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, എസ്സിൽ 2 കൊള്ളും, പിയിൽ 6 കൊള്ളും, ഓക്കെ, ഡിയിൽ 10 കൊള്ളും. ഓർത്ത് വെച്ചോളാം. എസ്സിൽ ഞാൻ ഇവിടെ അങ്ങ് എഴുതിത്തരാം അല്ലേ. എസ്സിൽ കൊള്ളുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2, പിയിലാണെങ്കിൽ 6, ഡിയിലാണെങ്കിൽ 10, എഫിലാണെങ്കിൽ 12 ആണെന്ന് തോന്നുന്നു. അതെനിക്ക് കറക്റ്റ് ഇപ്പോൾ കാണാതെ ഓർമ്മ കിട്ടുന്നില്ല, നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് വെച്ചു. ഇത് 3 എണ്ണം തന്നെ മതിയാവും, എഫിലോട്ടൊന്നും നമുക്ക് ചോദ്യം വരത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഫില്ല് ചെയ്യുന്ന ഇലക്ട്രോൺ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് 1s ആണ്. 1s ആണ്. അടുത്ത് ആര് ഫില്ല് ചെയ്യും? കെ ഷെല്ലിൽ എത്ര സബ് ഷെല്ല്? 1 സബ് ഷെല്ല്. തൊട്ട് മുമ്പത്തെ നമ്മൾ പഠിച്ചതാണ്. ആദ്യത്തെ ഷെല്ലിൽ 1 സബ് ഷെല്ല്. എല്ലിൽ എത്ര സബ് ഷെല്ല്? 2 എണ്ണം. ഏതൊക്കെയുണ്ട്? എസ്സും ഉണ്ടാവും, പിയും ഉണ്ടാവും. അപ്പോൾ അടുത്ത ഏതാ? അടുത്ത് ഫില്ല് ചെയ്യുന്നത് 2s, അത് കഴിഞ്ഞിട്ട് 2p. അടുത്ത എമ്മിലാണെങ്കിലോ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. 3s, 3p, 3d. അടുത്താണെങ്കിലോ എന്നിനകത്താണെങ്കിൽ 4s, 4p, 4d, 4f. ഇതാണ് ഇലക്ട്രോൺ എഴുതുന്ന രീതി. എനർജിയുടെ രീതിയല്ല, ഇലക്ട്രോൺ എഴുതുന്ന രീതി. പക്ഷെ നമ്മൾ പറഞ്ഞു ഇത് ഇലക്ട്രോൺ എഴുതുന്ന രീതിയാണ്. അറിയാമല്ലോ. ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ എനർജി എങ്ങനെ കണ്ടുപിടിക്കും? ഒരു സബ് ഷെല്ലിലെ എനർജി എങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ റൂളാണ് n+l റൂൾ. n+l. ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആളെടുക്കുക, 1s എടുക്കുക. ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ എത്രയാ? 1. എസിൻ്റെ വാല്യൂ എത്രയാ? 0. അപ്പോൾ ഇവിടുത്തെ n+l വാല്യൂ എത്രയാ? 1 + 0 = 1. ഇതാണ് ഏറ്റവും കുറഞ്ഞ എനർജി ലെവൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവൻ്റെ നോക്കാം, 3pയുടെ നോക്കാം. 3pയുടെ നോക്കാം. 3pയുടെ n വാല്യൂ എത്ര? ആദ്യം നമ്മൾ n അല്ലേ എടുക്കുന്നത്, n 3 അല്ലേ ഇവിടെ, n = 3. എൽ എത്രയാണ്? പി ആണോ? പി എന്ന് വെച്ചാൽ പി സബ്ഷെല്ലിൻ്റെ എൽ വാല്യൂ എത്രയാണ്? എസിൻ്റെത് 0, പിയുടേത് 1. അപ്പോൾ എന്താണ്? 3 + 1 = 4 എന്ന് വരും. അപ്പോൾ 1, ഇവിടെ 2 വരും, 3, 4 ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ പോകുന്നത്. പ്രശ്നം വരുന്നത് എവിടെയാണ്? ഇവിടെ എത്തുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നോക്കിയോ, ഇവന്മാർ 2 പേരുടെ എനർജി എടുത്തപ്പോൾ ഒരു പ്രശ്നം പറ്റി. ഇതാ നോക്ക്, 3ഡിയും 4s നമ്മൾ നോക്കുകയാണ്. ഇതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽഡ് നോട്ട് ഗ്രൂപ്പിൽ കിടപ്പുണ്ടേ. ഓക്കെ, നോക്കടാം. 3ഡിയിലെ n വാല്യൂ എത്ര? 3, l വാല്യൂ 2. കാരണം എന്താ? ഡി സബ്ഷെല്ലാണ്. S0, P1, D2. അപ്പോൾ n+l എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 3, 2, 5 എന്ന് വരും 3ഡിയുടേതും. 4sൻ്റെ നോക്കിയേ, 4sൻ്റെ n വാല്യൂ 4, l വാല്യൂ 0. അപ്പോൾ n+l വാല്യൂ 4 വരുന്നുള്ളൂ. അപ്പോൾ ഇവർ 2 പേരും നോക്കിക്കഴിഞ്ഞാൽ 3ഡിയും 4s നോക്കിയാൽ ആർക്കാണ് എനർജി കുറവ്? n+l വാല്യൂ ഉള്ള അനുസരിച്ചാണല്ലോ എനർജി വരുന്നത്. അപ്പോൾ ഇവന് 5 ഉണ്ട്, ഇവന് 4 ഉണ്ട്. അപ്പോൾ ഇവനേക്കാളും എനർജി കുറവ് 4sനാണ്. അപ്പോൾ എനർജി അനുസരിച്ച് ഫില്ല് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ആദ്യം 4s ഫില്ല് ചെയ്തിട്ട് എന്ത് ഫില്ല് ചെയ്യുള്ളൂ? 3d ഫില്ല് ചെയ്യുള്ളൂ. 4s ഫില്ല് ചെയ്തിട്ട് എന്ത് ഫില്ല് ചെയ്യുള്ളൂ? 3d ഫില്ല് ചെയ്യുള്ളൂ. അപ്പോൾ എനർജി അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾ ഓർഡർ എഴുതാൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം. എന്താണ് ഓർഡർ? 1s, 2s, 2p, 3s, 3p കഴിഞ്ഞിട്ട് ഒരിക്കലും 3d എഴുതരുത്. 4s കഴിഞ്ഞിട്ടാണ് 3d. 4s കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? 3d വരുന്നത്. ഇതാണ് എനർജിയുടെ ഓർഡർ എന്ന് പറയുന്നത്. ഇത് കാണാതെ പഠിച്ച് വെച്ചേക്കണം. 3d കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത് എന്ത് വയ്ക്കുക? അടുത്ത് എന്താണ്? 4s കഴിഞ്ഞു, അടുത്ത് 4p,
4d അങ്ങനെ പോവാം. ഇതാണ് എനർജിയുടെ ഓർഡർ. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഇത് കാണാതെ പഠിക്കണം, അല്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കണം. പഠിക്കുമ്പോൾ ഏതെന്ന് അറിഞ്ഞിട്ട് പഠിക്കണം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ ഇത്, എനർജിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയെങ്കിൽ അത് ഇത്. രണ്ടിൽ ഏതാണെന്ന് വെച്ചാൽ പഠിച്ചു വെച്ചോ, ഫില്ല് ചെയ്യുമ്പോൾ മാറിപ്പോവരുത്. എനർജിയുടെ ഓർഡറിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയുമ്പോൾ നമ്മൾ ഇത് ഓർത്തോളം മാറിപ്പോവരുത്. ഇനി ഇത്രയും നീളത്തിൽ എഴുതുന്നതിന് പകരം നമ്മൾ ചുരുക്കി എഴുതുന്ന ഒരു രീതിയുണ്ട്. ഇത് പലപ്പോഴും കുട്ടിയൊക്കെ കാണുമ്പോൾ സംശയം വരും. വേറൊന്നുമല്ല, ഇവിടെ നോക്കണം, എസ്സിൽ ഞാൻ പറഞ്ഞു എത്രയേ കൊള്ളുള്ളൂ, 2 കൊള്ളുള്ളൂ. പിയിൽ എത്ര, 2 കൊള്ളുള്ളൂ. പിയിൽ എത്ര, 6, എസ്സിൽ 2, പിയിൽ 6, ഡിയിൽ എത്ര, 10. മാക്സിമം കൊള്ളുന്ന എണ്ണമാണേ. ഇത് ഓരോന്നിനും ഓരോന്നായിരിക്കും. ഹൈഡ്രജൻ ഹീലിയം ലീഥിയം അനുസരിച്ച് കൂടി കൂടി പോകും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേത് ഇത്രയും പേര് എടുത്തോ, 6, 4, 10. ഈ 10 പേർക്ക് പകരം നമുക്ക് നിയോൺ എന്ന് എഴുതാം. 10 പേർക്ക് പകരം നമുക്ക് നിയോൺ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ അതിൻ്റെ അർത്ഥം 10 ഇലക്ട്രോൺസ് അവിടെ ഫില്ലായി കഴിഞ്ഞു എന്നാണ്. ഇത്രയും വിശദമായി എഴുതണ്ട. ഇനി 10 6, 2, 8. ഇത്രയും എണ്ണത്തിന് പകരം ഇത്രയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആർഗൺ എന്ന് എഴുതാം. കാരണം ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ 18 ആണ്. അപ്പോൾ നമ്മൾ എന്താ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ചുരുക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തൊട്ട് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസസ് ഉണ്ടല്ലോ, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺസ്, നോൺറഡോൺ, ആ നമ്പർ എന്ത് ചെയ്യും, നമ്മൾ ഇതുപോലെ ചുരുക്കി എഴുതിയിട്ട് ബാക്കി എഴുതും. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് എഴുതുന്നു എന്ന് വിചാരിക്കും. ഇവൻ്റെ കോൺഫിഗറേഷൻ എഴുതുകയാണ്. ഈ 3p6 മുമ്പ് വരെ 3p6 പകരമായിട്ട് ഞാൻ എന്ത് എഴുതും, ആർഗൺ എന്ന് എഴുതും. എന്നിട്ട് പിന്നെ എന്തെടുക്കും, പിന്നെ ഞാൻ 3d10 എന്നും 4s എന്നും 4p എന്നും എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ്, ശരിയാണ്. അപ്പോൾ ഈ ആർഗൺ എന്ന് കണ്ടാൽ 18 എന്നും നിയോൺ എന്ന് കണ്ടാൽ 10 അറ്റോമിക് നമ്പർ ആണെന്ന് ഓർത്തോളണം. തീർന്നു. ഒറ്റ പ്രശ്നം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, തീർന്നു. ചാപ്റ്റർ ഏതാണ്ട് തീർന്നു കഴിഞ്ഞു കേട്ടോ. ഏറ്റവും പ്രശ്നം ദൈവന്മാർ രണ്ടുപേരുമാണ്, ക്രോമിയവും കോപ്പറും. എവിടെ നിങ്ങൾ ചോദ്യത്തിൽ ക്രോമിയവും കോപ്പറൊന്നും കണ്ടാൽ റെഡ് അലർട്ട് അടിച്ചോളണം. ഇതെന്താണ്, പണിയാണ്. ഇതെന്താണ്, പണിയാണ്. ഇതെന്താണ്, പണിയാണ്. ക്രോമിയവും കോപ്പറും പണിയാണ്. നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർക്ക് ബാധകമല്ല, ക്രോമിയത്തിനും കോപ്പറിനും ബാധകമല്ല. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 26 ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2, 2s2, 2p6, 3s2, 3p6, 3d4, 4s2 എന്ന് നിങ്ങൾ അങ്ങ് എഴുതും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഇതെങ്ങനെ എഴുതി? ഞാൻ പറഞ്ഞില്ല, ആദ്യം എഴുതിയ രീതിയാണ് ഇത്. എനർജിയുടെ രീതിയല്ല, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ രീതിയാണ്. അപ്പോൾ നമ്മൾ 3d എഴുതിയിട്ട് 4s എഴുതും. പക്ഷേ ഫില്ലിങ് എന്താണ്, 4s കഴിഞ്ഞിട്ടേ 3d ഫില്ലാവുള്ളൂ. കൺഫ്യൂഷൻ വരാൻ ഞാൻ എഴുതുന്ന രീതി ഇങ്ങനെയാണ്: 1s2, 2s2, 2p6, 3s2, 3p6 കഴിഞ്ഞ് ഞാൻ 4s2 എഴുതിയിട്ട് എന്ത് എടുക്കുള്ളൂ, 3d എടുക്കുള്ളൂ. 3d4 എന്ന് എഴുതുള്ളൂ. ഇപ്പോൾ എത്രയായി, 24 പക്ഷേ ഇത് തെറ്റാണ്. നമ്മൾ വിചാരിക്കുന്നത് ശരിയാണ്, പക്ഷേ ഇത് തെറ്റാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഡി ഓർബിറ്റലിൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. ഇവിടെ 4 ഉണ്ട്. ഒരു ഇലക്ട്രോൺ കൂടി കിട്ടിയാൽ അത് 5 ആവും. ഇത് നമ്മൾ ഹാഫ് ഫിൽഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും, ഹാഫ് ഫിൽഡ് എന്ന് വിളിക്കും. ഇത് വിളിക്കും ഹാഫ് ഫിൽഡ്. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഫുൾ ഫിൽഡിനേക്കാളും അല്ലെങ്കിൽ ഇപ്പോൾ എഴുതിയതിനേക്കാളും കുറച്ചുകൂടി സ്റ്റേബിളാണ്. കെമിസ്ട്രിയുടെ എക്സെപ്ഷൻസിൻ്റെ കേസാണ് ഇത്. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ ഒന്നിൻ്റെ ഒരു ഓർബിറ്റലിന് 10 എണ്ണം കൊള്ളും. അതിൽ 5 എണ്ണം വെച്ചാൽ ഒരു ബാലൻസ് കിട്ടത്തില്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി. 5 എണ്ണം കിട്ടിയ ബാലൻസ് ആവും. അതുകൊണ്ട് ക്രോമിയോ എന്ന് പറയുന്ന ആൾ എപ്പോഴും എന്ത് ചെയ്യും, ഇതങ്ങ് മാറ്റി പിടിക്കും. അതായത് 1s2, 2s2, 2p6, 3s2, 3p6 കഴിഞ്ഞിട്ട് ഈ രീതിയിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ, ഈ മുകളിൽ കാണുന്ന രീതിയിലാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം, 3d5 എന്ന് എഴുതിയിട്ട് 4s1 എന്ന് എടുക്കണം. 3d5 എന്ന് എഴുതിയിട്ട് 4s1 എന്ന് എടുക്കണം. ഇതാണ് സംഭവം. ഡി ഫില്ലായിട്ട് എന്ത് പറ്റുള്ളൂ, എസ് ഫില്ലാവുള്ളൂ. പക്ഷേ സാധാരണഗതിയിൽ എസ് ഫില്ലായിട്ട് ഡി ആവണം. പക്ഷേ ഇവിടെ എന്താണ്, ഡി ഫില്ലായിട്ട് എസ് ആവുള്ളൂ. അത് ക്രോമിയത്തിൻ്റെ കേസ്. കോപ്പറിന് ഇത് തന്നെയാണ് പ്രശ്നം. അറ്റോമിക് നമ്പർ 29. 1s2, 2s2, 2p6, 3s2, 3p6, 3d9, 4s2 എന്നാണ് വരേണ്ടത്. എന്ന് വെച്ചാൽ ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്, എനർജിയുടെ കോൺഫിഗറേഷൻ അല്ല. അതുമില്ലെങ്കിൽ ഇവിടെ 4s ആദ്യം വന്നേനെ എന്നിട്ട് 3d വരത്തുള്ളൂ. അത് മാറിപ്പോകരുത് പിള്ളേരെ, ശ്രദ്ധിക്കണം. പക്ഷേ ഇവിടെയും കുഴപ്പം എന്താണ്, ഡിയിൽ കൊള്ളുന്നത് മാക്സിമം 10, ഇപ്പോൾ 9 ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ 2ൽ നിന്ന് ഒരുത്തനെ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൻ 10 ആവും, അവൻ ഫുൾഫിൽഡ് ആവും. അപ്പോൾ എന്ത് പറ്റും, ഇവരെ അങ്ങോട്ട് മാറ്റി പിടിക്കും. ആക്ച്വൽ കോൺഫിഗറേഷൻ എന്ത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3dയിൽ 10 ആയിട്ടേ 4s ഫില്ലാവുള്ളൂ. 3dയിൽ 10 ആയിട്ടേ 4s എന്ത് ചെയ്യുള്ളൂ, ഫില്ലാവുള്ളൂ. അപ്പോൾ ഇതാണ് ഹാഫ് ഫിൽഡ്, കംപ്ലീറ്റ്ലി ഫിൽഡ്. ക്രോമിയം കോപ്പർ ചോദ്യത്തിൽ എവിടെ കണ്ടാലും സൂക്ഷിച്ചോളണം. ലാസ്റ്റ് ടോപ്പിക്ക്, എങ്ങനെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും ബ്ലോക്കും ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ആദ്യം എന്താണ് ബ്ലോക്ക് എന്ന് മനസ്സിലാക്കുക. ആദ്യം കാണുന്ന 2 ഗ്രൂപ്പുകാരാണ് എസ് ബ്ലോക്ക്. പിന്നീട് ഇവിടെ വരുന്നവന്മാരാണ്
പി ബ്ലോക്ക്, ഇവിടെ വരുന്നവന്മാരാണ് ഡി ബ്ലോക്ക്, താഴെ കാണുന്ന സെപ്പറേറ്റ് കാണുന്നവന്മാരാണ് എഫ് ബ്ലോക്ക്. അപ്പോൾ ഇത് എസ് ബ്ലോക്ക്, ഇത് പി ബ്ലോക്ക്, ഇത് നടുക്ക് വരുന്ന ഡി ബ്ലോക്ക്, ഇത് എഫ് ബ്ലോക്ക്. പീരിയോഡിക് ടേബിളിൽ ഒരു എലമെൻറ്റ് ഏത് ബ്ലോക്കിലാണ് വരുന്നതെന്ന് അറിയാനായിട്ട് ഒന്നും ചെയ്യേണ്ട, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങ് എഴുതുക. എന്നിട്ട് അതിൻ്റെ അവസാനം ഫില്ലായ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണെന്ന് നോക്കുക. അതായിരിക്കും അവൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1s2, 2s2, 2p6, 3s2 ഇങ്ങനെ ഒരു എലമെൻറ്റ് തന്നിട്ട് ഇവൻ ഏത് ബ്ലോക്കിലെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും സാറേ അവസാനം എഴുതിയത് എസ്സിലല്ലേ, എങ്കിൽ ബ്ലോക്ക് ഏത്? എസ് ബ്ലോക്ക്. ഏത് ബ്ലോക്ക്? എസ് ബ്ലോക്ക്. ഇനി വേറൊന്ന് എഴുതുകയാണ് 1s2, 2s2, 2p6 ഏത് ബ്ലോക്ക്? അവസാനം എഴുതിയത് പി അല്ലേ, അപ്പോൾ ഏത് ബ്ലോക്ക്? പി ബ്ലോക്ക്. ഏത് ബ്ലോക്ക്? പി ബ്ലോക്ക്. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10 അവസാനം ഫില്ലായത് ഏത്? ഡി. അപ്പോൾ ഏത് ബ്ലോക്ക്? ഡി ബ്ലോക്ക്. ഏത് ബ്ലോക്ക്? ഡി ബ്ലോക്ക്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ കോപ്പർ ഏതാ ബ്ലോക്ക്? കോപ്പർ ഏതാ ബ്ലോക്ക്? കോപ്പർ ഏത് ബ്ലോക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ എഴുതുന്നതെങ്കിലാണ് പ്രശ്നം വരുന്നത്. ഇങ്ങനെ നിങ്ങൾ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ അവസാനം കിടക്കുന്ന എസ് അല്ലേ, അപ്പോൾ കോപ്പർ എസ് ബ്ലോക്കിലാണോ? അല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇലക്ട്രോണിൻ ഫില്ലാവുന്നത് എപ്പോഴും ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ലെവലിലാണ്. അപ്പോൾ എനർജി ലെവൽ എഴുതുമ്പോൾ 4s കഴിഞ്ഞിട്ടേ ഞാൻ 3D എഴുതുമെന്ന് പറഞ്ഞു എനർജി ലെവൽ എഴുതുമ്പോൾ. ഇവിടെ പക്ഷേ അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ വേണം 4s ഫില്ലായിട്ടാണ് 3D ഫില്ലാവുള്ളൂ. അപ്പോൾ ഇവൻ ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്കാണ്. ക്രോമിയോ ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്കാണ്. മറന്നു പോരുത്. അപ്പോൾ ഇങ്ങനെ കോൺഫിഗറേഷൻ നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെ പഠിപ്പിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ എഴുതാൻ പറയുള്ളൂ. ഏത്? 4s എഴുതിയിട്ട് 3D എഴുതാൻ പറയുള്ളൂ. കാരണം ഓർത്തോളും. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്നവരാണെങ്കിൽ ഓർത്തോളണം ഡിയും എസും അടുത്ത് വരുമ്പോൾ 3Dയും 4s അടുത്ത് വരുമ്പോൾ 4s ഫില്ലായിട്ട് 3D ആവും. അതുകൊണ്ട് ഇവൻ ഡി ബ്ലോക്ക് എലമെൻ്റ് ആണെന്നുള്ളത് ഓർത്തോളണം. അടുത്ത് എങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പീരീഡ് കണ്ടുപിടിക്കാം. എന്താണ് പീരീഡ്? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെയുള്ള വരയുണ്ടല്ലോ, ഇതാണ് പീരീഡ്. 1-ാം പീരീഡ്, 2-ാം പീരീഡ്, 3-ാം പീരീഡ്, 4-ാം പീരീഡ്. സിമ്പിളാണ്. പീരീഡ് കണ്ടുപിടിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. അവസാനം എഴുതുന്ന ആളുണ്ടല്ലോ, അവസാനം എഴുതുന്ന ആൾ, അവസാനം ഫില്ലാവുന്ന ആൾ, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇവിടെ ഈ നമ്പർ എഴുതൂലേ 1, 2, 3, 4 എന്ന്. അതിൽ ഏറ്റവും വലിയ നമ്പർ ഏതെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ 4 അല്ലേ, ഇവൻ ഏത് പീരീഡ് ആയിരിക്കും? 4-ാമത്തെ പീരീഡ് ആയിരിക്കും. ഇവ ഏത് പീരീഡ് ആയിരിക്കും? ഇവ 3-ാമത്തെ പീരീഡ് ആയിരിക്കും. അതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ അങ്ങനെയാണെങ്കിൽ ഈ കോപ്പറും ക്രോമിയോ ഏത് പീരീഡിലാണ് വരുന്നത്? അപ്പോൾ നമ്മൾ ഈ എഴുതുന്ന രീതിക്കാവുമ്പോൾ ഞാനിപ്പോൾ ഈ എഴുതുന്ന രീതിക്കാകുമ്പോൾ ഏറ്റവും വലിയ എൻ വാല്യൂ എത്രയാണ്? 4. അപ്പോൾ ഇവ ഏതാമത്തെ പീരീഡാണ്? ഇവ 4-ാമത്തെ പീരീഡാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇത് ഈ 3-ലോട്ട് പോകരുത്. ഏറ്റവും വലിയ എൻ നമ്പർ ഏതോ അതാണ് പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ പീരീഡ് ഏത് തന്നെയാണ്? ഇവൻ്റെ പീരീഡ് ഏത് തന്നെയാണ്? 4-ാമത്തെ പീരീഡാണ്. അപ്പോൾ ക്രോമിയോയും കോപ്പറും ഇരിക്കുന്ന പീരീഡ് ഏതാണ്? 4-ാമത്തെ പീരീഡാണ്. മറന്നു പോകരുത്. ഓക്കെ. അപ്പോൾ പീരീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ ഹയസ്റ്റ് വാല്യൂ ഓഫ് എൻ കണ്ടുപിടിക്കുക. ബ്ലോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി അവസാനം ഫില്ലായത് എവിടെയെന്ന് കണ്ടുപിടിക്കുക. അവസാനം ഫില്ലായത് എവിടെയെന്ന് കണ്ടുപിടിക്കുക. ഇനി ട്വിസ്റ്റ് വരുന്ന ചോദ്യമാണ് ഹീലിയം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ 1 വേർഡ് ചോദിക്കും ഹീലിയം ഏത് ബ്ലോക്കിലാണ്? നിങ്ങൾ പറയാം അറ്റോമിക് നമ്പർ 2, 1s2, 2 എന്ന സബ്ഷെൽ. സാറേ ഏത്? എസ് ബ്ലോക്കിലാണ് ഹീലിയം. പക്ഷേ ഹീലിയം എസ് ബ്ലോക്കിലാണോ? അല്ല. ഹീലിയത്തിന് എസ് ബ്ലോക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഹീലിയത്തിനെ പി ബ്ലോക്കിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളണം. ചിലപ്പോൾ ട്വിസ്റ്റിന് വേണ്ടി ചോദിക്കാം. സെറ്റാണ്. ഇനി ലാസ്റ്റ് പരിപാടി ഗ്രൂപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 18 ഗ്രൂപ്പുകളാണ് ആർക്കുള്ളത്? ഒരു പീരിയോഡിക് ടേബിളുള്ളത്. എത്ര ഗ്രൂപ്പുള്ളത്? 18 ഗ്രൂപ്പ്. 1, 2, പിന്നെ അതാ ഇവിടെ ഇങ്ങനെ കുറേ എണ്ണം, പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് 1, 2. അതിനിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? ഈ 3, 4, 5, 6, 7, 8, 9, 10, 12 വരെ പോകും. 13, 14, 15, 16, 17, 18 വരെ പോകും. ഇതാണ് നമ്പർ. ഓക്കെ. അപ്പോൾ നോക്കുക എങ്ങനെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവൻ ഏത് ബ്ലോക്കാണെന്ന് കണ്ടുപിടിക്കണം. ബ്ലോക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അവസാനം പോയ സബ്ഷെൽ ഏതാണ്? ഇപ്പോൾ ഇവൻ്റെ കേസ് നമുക്ക് നോക്കാം. ഇവൻ്റെ കേസിൽ അവസാനം പോയ സബ്ഷെൽ എസ് ആണ്. അപ്പോൾ ഇവ എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് കണ്ടുപിടിക്കാനുള്ളത് ഗ്രൂപ്പ് ആണെങ്കിലും ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അവൻ്റെ ബ്ലോക്കാണ്. അവൻ എസ് ബ്ലോക്ക് ആണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. എസ് ബ്ലോക്കിൻ്റെ മുകളിൽ ഇവിടെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ, എത്ര ഇലക്ട്രോൺ ഫില്ലായിട്ടുണ്ടെന്ന്. അത് 1 ആണെങ്കിൽ 1-ാമത്തത്, 2 ആണെങ്കിൽ 2-ാമത്തത്. ഇവിടെ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ഇവിടെ 3s1 എന്നായിരുന്നെങ്കിൽ അവൻ 1-ാമത്തെ ഗ്രൂപ്പിൽ വന്നേനെ.
ഇവിടെ 3s2 ആയതുകൊണ്ട് അവൻ ഏത് രണ്ടാമത്തെ ഗ്രൂപ്പിൽ. അങ്ങനെ ഏത് കോൺഫിഗറേഷൻ എഴുതുമ്പോഴും ഒരുത്തൻ എസ് ബ്ലോക്ക് ആണെങ്കിൽ അവൻ്റെ മുകളിൽ കാണുന്ന നമ്പർ ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ. ഒന്നാണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ്. സെറ്റാണ്. ഇനി കോൺഫിഗറേഷൻ എഴുതി വന്നപ്പോൾ ഇവിടെ നിന്നു, പിയിൽ നിന്നു എന്ന് വിചാരിക്കുക. ഇതാ 2p6 വരെ നിന്നു. അങ്ങനെയാണെങ്കിൽ ഇവൻ ഏത് ഗ്രൂപ്പാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം കോൺഫിഗറേഷൻ എഴുതിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. പി സബ്ഷെല്ലാണ് ഫില്ലായിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? ഇപ്പം പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ ഒരാൾ പി ബ്ലോക്ക് എലമെൻ്റ് ആണെങ്കിൽ മുകളിലത്തെ നമ്പർ നമ്മൾ നോക്കുക. ഈ നമ്പറിൻ്റെ കൂടെ 12 കൂട്ടുക. എത്ര കൂട്ടുക? 12 കൂട്ടുക. 12 പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ദ പി. പിയുടെ മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പർ പ്ലസ് 12 എത്രയാണോ അതായിരിക്കും അവൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. കാരണം 12 എണ്ണം ഇവിടെ ഓൾറെഡി ഉണ്ട്. 12 കഴിഞ്ഞിട്ട് 13 തൊട്ടാണ് പി ബ്ലോക്ക് തുടങ്ങുന്നത്. സോ 12 പ്ലസ് ആ നമ്പർ എഴുതുമ്പോൾ പി ബ്ലോക്ക് കിട്ടും. ഇനി ഡി ബ്ലോക്കിലാണ് വരുന്നതെങ്കിൽ പേടിക്കുകയൊന്നും വേണ്ട. ഡി ബ്ലോക്കിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്ലസ് ഡിയിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം. ഓക്കെ, ആഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ n-1d ആൻഡ് ദ എസ് സബ്ഷെല്ല് ടു ഗെറ്റ് ദ ഗ്രൂപ്പ് നമ്പർ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇവിടെ നോക്കിയോ, വീണ്ടും നമ്മൾ ക്രോമിയം കോപ്പറിലോട്ട് പോവാണ്. ഇവന്മാരാണ് വില്ലന്മാർ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതാ ഇവിടെ നോക്കിയോ, ഇവൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇവൻ വരുന്നത് ഏത് ബ്ലോക്കിലാണ്. ചിലർ പറയും എസ് ബ്ലോക്കിലെന്ന്. തെറ്റി, അപ്പം തന്നെ മാർക്ക് പോയി. ഇവ ഏത് ബ്ലോക്കാണ്? ഇവൻ ഡി ബ്ലോക്കാണ്. കാരണം എന്താണ്? 3Dയും 4Sഉം വന്നാൽ 4S ഫില്ലായിട്ട് 3D ഫില്ലാവുള്ളൂ, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഏതാണ്? ഡി ബ്ലോക്കാണ്. അപ്പോൾ ഡി ബ്ലോക്ക് ആണെങ്കിൽ ഇവൻ ഏതാണ്? ഇവൻ ഞാൻ പറയും ഈ അവസാനം കിടക്കുന്ന 5 ഉണ്ടല്ലോ, ഈ അവസാനം കിടക്കുന്ന 5 പ്ലസ് ഇവിടെ കിടക്കുന്ന 1, അവസാനം കിടക്കുന്ന 5 പ്ലസ് ഇവിടെ കിടക്കുന്ന 1, ആറാമത്തെ ആയിരിക്കും. എത്രയായിരിക്കും? ആറാമത്തെ ആയിരിക്കും. ഇവിടെ നോക്കിയേ, 10 പ്ലസ് 1 11 വരും. എത്രയിൽ വരും? 11 വരും. അങ്ങനെയാണ് നമ്മൾ ഡി ബ്ലോക്കിനെ എന്ത് കണ്ടുപിടിക്കേണ്ടത്? n-1ഡിയിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം പ്ലസ് തൊട്ടടുത്തുള്ള എസ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം. ഓക്കെ, ആൻഡ് ദ ns സബ്ഷെല്ല് ടു ഗെറ്റ് ദ ഗ്രൂപ്പ് നമ്പർ. ഓക്കെ, ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഓക്കെ ആണല്ലോ? ശരി, തീർന്നു. ഇനി ചോദ്യങ്ങൾ ചെയ്യാം, പഠിക്കാം. അപ്പോൾ സ്കിപ്പ് ചെയ്ത് വന്ന കുട്ടികൾ ഇവിടെ തൊട്ട് സ്കിപ്പ് ചെയ്ത് കാണും. ഓക്കെ, ഇവിടുത്തെ ഒന്നാമത്തെ ടൈപ്പ് ചോദ്യമാണ്. ഇതുപോലെ ചോദ്യം തരും, ഉത്തരം എഴുതാം. റെപ്രസെൻറ്റ് ദ ഓർബിറ്റൽ വിത്ത് ദ ഫോളോയിങ് കോണ്ടന്റ് നമ്പർ. അതായത് കോണ്ടന്റ് നമ്പർ തന്നിട്ട് ഓർബിറ്റൽ കണ്ടുപിടിക്കാൻ ചോദിക്കും. കോണ്ടന്റ് നമ്പർ തന്നിട്ട് ഓർബിറ്റൽ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആദ്യം ചെയ്യേണ്ട കാര്യം, n വാല്യൂ തന്നിട്ടുണ്ടാവും, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ആദ്യം എഴുതുക. അടുത്ത് l വാല്യൂ തന്നിട്ടുണ്ടാവും. എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എസ്, 1 ആണെങ്കിൽ പി, 2 ആണെങ്കിൽ ഡി, 3 ആണെങ്കിൽ എഫ്. ഇവിടെ എത്ര? എസ്. അപ്പോൾ 4s ഓർബിറ്റലാണ്. ഇവിടെ നോക്കി, എന്നിൻ്റെ വാല്യൂ 3, എല്ലിൻ്റെ വാല്യൂ 0, 3s. എന്നിൻ്റെ വാല്യൂ 3, എല്ലിൻ്റെ വാല്യൂ 2, 3s p d, 3d ആണ് ഉത്തരം വരുന്നത്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർബിറ്റൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫസ്റ്റ് ടൈപ്പ് ചോദ്യം. അപ്പോൾ എന്താണ്? നമുക്ക് ക്വാണ്ടം നമ്പർ തന്നിട്ട് എന്നും എല്ലും തന്നിട്ട് ഓർബിറ്റൽ ഏതെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്നിൻ്റെ നമ്പർ ആദ്യം എടുത്ത് എഴുതുക. എന്നിൻ്റെ നമ്പർ എടുത്ത് എഴുതിയിട്ട് എല്ലിൻ്റെ നമ്പർ എത്രയെന്ന് നോക്കുക. അത് 0 എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ എസ് എന്ന് എഴുതണം. ഇവിടെ 1 എന്നാണെങ്കിൽ ഇവിടെ പി എന്ന് എഴുതണം, 2 എന്നാണെങ്കിൽ ഡി എന്ന് എഴുതണം, 3 എന്നാണെങ്കിൽ എഫ് എന്ന് എഴുതണം. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ടൈപ്പ് ചോദ്യം കിട്ടി, മാർക്ക് റെഡി. അടുത്ത് ഫൈൻഡ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഡയറക്റ്റായിട്ട് ചോദിക്കും. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാൻ അറ്റോമിക് നമ്പർ തന്നിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിക്കാൻ. അറ്റോമിക് നമ്പർ 29. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? 1s2, 2s2, 2p6, 3s2, 3p6. അടുത്ത് നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിൽ പഠിപ്പിച്ചു അതുപോലെ എഴുതുക. ഞാനാണെങ്കിൽ ഇവിടെ എന്തെഴുതും? 4s1 3d 10 എന്ന് എഴുതും. ഞാൻ എഴുതുന്ന രീതിയാണ്. കാരണം അപ്പോൾ ചോദിക്കും എന്താ സംഭവം? 3Dയിൽ 4s2 ആവണ്ടേ സാറെന്ന് ചോദിച്ചാൽ അടി വാങ്ങിക്കും. കോപ്പറാണ്, വില്ലനാണ്. ക്രോമിയം സെയിം അല്ലേ? 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d 5. ഇത് 2 കാണാതെ തന്നെ പഠിച്ചു വെച്ചു. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം ഇത് രണ്ടുമാണ് ട്വിസ്റ്റ്. ബാക്കി നോർമലി വരുന്ന എഴുതാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ട്വിസ്റ്റാണ് ഞാൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാണ്ട് ചോദിക്കും. അടുത്ത് ഫൈൻഡ് ദ ഇലക്ട്രോൺ ഇൻ എ സബ്ഷെൽ. നമ്മൾ ഈ പഠിച്ച സാധനം ഇതാ നോക്കിയേ. ഇത് പഠിച്ച കുട്ടിക്ക് ഒരു വിഷയമില്ല. ഷെല്ലിൽ നിന്ന് സബ്ഷെൽ കണ്ടുപിടിക്കാനും അറിയാം, ഷെല്ലിൽ നിന്ന് ഓർബിറ്റൽ കണ്ടുപിടിക്കാൻ അറിയാം, ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ അറിയാം, തിരിച്ച് കണ്ടുപിടിക്കാനും അറിയാമല്ലോ. സബ്ഷെല്ലിൽ നിന്ന് ഓർബിറ്റൽ കണ്ടുപിടിക്കാൻ അറിയാം, സബ്ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ കണ്ടുപിടിക്കാനും അറിയാം. അപ്പോൾ ഇത് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരച്ചങ്ങ് പഠിച്ചു വെച്ചാൽ ഇവിടുന്ന് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അതാണ് മൂന്നാമത്തെ ടൈപ്പ് ചോദ്യങ്ങളെന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കോ, L = 2.
എന്ന് വെച്ചാൽ ഏതാണ് L is equal to 2? എസ് പി ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്തുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനാണ് ചോദ്യം. എന്താ ഫോർമുല? 2 × L + 1 ആണ്. അപ്പോൾ 2 × 2 4, 4 + 1 5. അപ്പോൾ ഓർബിറ്റൽ കിട്ടി. ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇലക്ട്രോൺ ആണ്. ഓർബിറ്റൽ × 2 ആണ് ഇലക്ട്രോൺ. അപ്പോൾ 5 × 2 10 ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ആ ഫിഗർ പഠിച്ച് നിങ്ങൾക്ക് കിട്ടൂലേ? അടുത്ത ചോദ്യം, ഓർബിറ്റൽ തന്നിട്ട് ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓർബിറ്റൽ തന്നിട്ട് ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കാൻ ചോദിക്കും. 4D ഓർബിറ്റലിൻ്റെ ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം 4D ആണ് ഓർബിറ്റൽ. അപ്പോൾ 4 എന്ന് പറയുന്ന അവിടുത്തെ N വാല്യൂ ആയിരിക്കും, D എന്ന് പറയുന്ന സബ്ഷെല്ല്, SP D, അപ്പോൾ 2 അല്ലേ, 2. അപ്പോൾ Nൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 4 ആയിരിക്കും, Lൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 2 ആയിരിക്കും. ഇതുപോലെ തലങ്ങനെ വിലങ്ങനെ ചോദിച്ചാൽ പറ്റത്തില്ലേ? ഇപ്പോൾ ഞാൻ പറയുകയാണ് എന്താണ് 3S പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്ര? 3. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എത്ര? 0. S ആണ്, 0 ആണ്. കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? ഇങ്ങനെയുള്ള ചോദ്യം. ഇനി ലാസ്റ്റ് വരുന്ന വെറൈറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ചോദിക്കാൻ നല്ല മാർക്കിന് 2 മാർക്ക് 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഐഡൻറ്റിഫൈ ദ ബ്ലോക്ക്, ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ സബ്ഷെൽ കോൺഫിഗറേഷൻ തന്നിട്ട് ബ്ലോക്കും ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാൻ ചോദിക്കും. സിമ്പിൾ പരിപാടിയാണ്. ഫസ്റ്റ് സോഡിയത്തിനെ നോക്കിക്കോ. സോഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ ചിലപ്പോൾ ഈ കോൺഫിഗറേഷൻ തരത്തില്ല, നിങ്ങൾ അതും സ്വന്തമായിട്ട് എഴുതിയിട്ട് കണ്ടുപിടിക്കാൻ പറയും. കോൺഫിഗറേഷൻ എന്താണ്? 1s2, 2s2, 2p6, 3s1. ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട എപ്പോഴും എന്താണ്? ഞാൻ പറയും ഫസ്റ്റ് എപ്പോഴും നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഏത് ബ്ലോക്ക് എന്നുള്ളതാണ്. ബ്ലോക്ക് ഏതാ? അവസാനം പോയ ഇലക്ട്രോൺ എസ്, അപ്പോൾ എസ് ബ്ലോക്ക്. അടുത്ത് പീരീഡ് എന്ന് പറയുന്നത് ഏതാ? ലാർജസ്റ്റ് N വാല്യൂ എത്ര? 3, അപ്പോൾ 3ാമത്തെ പീരീഡ്. അടുത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? എസ് ബ്ലോക്കാണ്. അവസാനമുള്ളതിൻ്റെ എണ്ണം 1, ഈ എണ്ണം 1, അപ്പോൾ 1ാമത്തത്. ക്രോമിയത്തിൻ്റെ നോക്കടാ, 1s2, 2s2, 2p6, 3s2, 3p5. ഞാൻ പറയുകയാണെ ബ്ലോക്ക് ഏത് ബ്ലോക്കാണ്? അവസാനം പോയത് പിയിലല്ലേ, അപ്പോൾ പി ബ്ലോക്ക്. ഏതാ പീരീഡ്? ഏറ്റവും വലിയ N വാല്യൂ എന്ന് പറയുന്നത് 3 അല്ലേ, അപ്പം 3ാമത്തെ പീരീഡ്. ഏതാ ഗ്രൂപ്പ്? പി ബ്ലോക്ക് ആണ് അല്ലേ. പി ബ്ലോക്കിൽ 5 എണ്ണം ഉണ്ട്. എന്ത് ചെയ്യണം? 12 + 5, 17ാമത്തെ ഗ്രൂപ്പ്. 17ാമത്തെ ഗ്രൂപ്പ്. സിങ്ക് നോക്ക്, ആർഗൺ 3D10 4s2 എന്നാണ് കിടക്കുന്നത്. ഒന്നും കണ്ടു പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. 4s2 3D10, 4s2 3D10. D വരുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്. ചിലപ്പോൾ ഇത് കാണുമ്പോൾ ചില കുട്ടികൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏത് എസ് ബ്ലോക്ക് എന്ന് എഴുതി വയ്ക്കും, അവിടെയാണ് തെറ്റുന്നത്. ഇവിടെ 3D10 കഴിഞ്ഞ് 4s വന്നാൽ ആലോചിച്ചോളണം 4s ഫില്ല് ചെയ്തിട്ട് 3D ആവുള്ളൂ. അപ്പോൾ ഇവിടെ ബ്ലോക്ക് എസ് അല്ല, ഇവിടെ ഏതാണ്? ഇവിടെ D ബ്ലോക്ക് ആണെന്ന് അറിയണം. ഇവിടെ ഏത് ബ്ലോക്കാണ്? D ബ്ലോക്കാണ്. പീരീഡ് എന്ന് പറയുന്നത് ഏതാ? ഹയസ്റ്റ് വാല്യൂ ഓഫ് N എത്ര തന്നെയാണ്? 4. സോ ഇവിടെ എത്രാമത്തെ പീരീഡാണ്? 4ാമത്തെ പീരീഡ് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഇനി ഗ്രൂപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ D ബ്ലോക്കിൻ്റെ ഗ്രൂപ്പാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ 10 + 2 12 ഉത്തരം. 12ാമത്തെ ഗ്രൂപ്പിലാണത് വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യം. സെറ്റല്ലേ? എഴുതാൻ പറ്റത്തില്ലേ? എങ്ങനെയാണ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് നമ്മൾ? ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? ഡിയിലുള്ള 10 പ്ലസ് ഇവിടെയുള്ള 2 +10 + 2 12 അവിടുത്തെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ പഠിപ്പിച്ചു തന്നത്? അപ്പോൾ സെറ്റല്ലേ? ഇനി ഇവിടുത്തെ ചോദ്യം നോക്കിയിടാം. ഫൈൻഡ് ദ N ആൻഡ് L വാല്യൂ ഓഫ് 4D ഇലക്ട്രോൺ. നേരത്തെ പറഞ്ഞ സെയിം ടൈപ്പ്. N എന്ന് വെച്ച് കഴിഞ്ഞാൽ 4, D ആയതുകൊണ്ട് Lൻ്റെ വാല്യൂ 2. സെറ്റല്ലേ? കിട്ടത്തില്ലേ? ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയോ. ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് 4ാമത്തെ പീരീഡിലും 2ാമത്തെ ഗ്രൂപ്പിലുമാണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതായത് തിരിച്ച് അല്ലേ, ബ്ലോക്കും ഗ്രൂപ്പും തന്നിട്ട് പീരീഡും തന്നിട്ട് തിരിച്ചറ്റവും എന്താണ് ഇപ്പം ക്വാണ്ടം നമ്പർ എഴുതാൻ ചോദിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കോൺഫിഗറേഷൻ എഴുതാൻ ചോദിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 4ാമത്തെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അവസാനത്തെ നമ്പർ ഏതായിരിക്കും? 4. ഗ്രൂപ്പ് 2 എന്ന് പറയുമ്പോൾ അവൻ എന്താണ്? എസ് അല്ലേ. എഴുതി ശീലിച്ച കുട്ടിക്ക് ഇത് പറ്റുള്ളൂ. എങ്ങനെ കിട്ടിയത് നോക്ക്. എടാ 4ാമത്തെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പീരീഡ് നമ്പർ കണ്ടുപിടിക്കുന്നത്? ഏറ്റവും വലിയ N വാല്യൂ, അപ്പോൾ അത് 4. എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിച്ചേ? ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ആദ്യം ബ്ലോക്ക് കണ്ടുപിടിക്കണം. 2ാമത്തെ ഗ്രൂപ്പ് വരുന്നെങ്കിൽ അവൻ എസ് ബ്ലോക്ക് ആയിരിക്കണം. എസ് ബ്ലോക്കിൽ ഇവിടെ 2 വന്നാലേ അവൻ 2ാമത്തെ ഗ്രൂപ്പ് ആവുള്ളൂ. അപ്പോൾ S2. അപ്പോൾ 4s2 ആണ് ലാസ്റ്റ് കോൺഫിഗറേഷൻ. ബാക്കി എഴുതാൻ പറ്റൂലേ? 4s2 ആണ് വന്നേക്കുന്നതെങ്കിൽ ബാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ? പറ്റാത്ത എന്താ? പറ്റും. എങ്ങനെ പറ്റും? 3p6. ഇതിൻ്റെ മുമ്പിൽ 3D ഒന്നും എഴുതി കളയരുത് എൻ്റെ പൊന്നു പിള്ളേരെ. 3s2 അല്ലേ. അടുത്ത് 2p6, 2s2. അടുത്തെന്താണ്? 1s2, 2s2, 2p6, 3s2, 3p6, 4s2 കോൺഫിഗറേഷൻ എഴുതി. അടുത്ത് 3ാമത്തെ പീരീഡ് ആണെങ്കിൽ Nൻ്റെ വാല്യൂ 3,
ഗ്രൂപ്പ് 17 ആണെങ്കിൽ ഏത് ബ്ലോക്ക് ആയിരിക്കും? അപ്പം പി ബ്ലോക്ക് ആയിരിക്കും. 17 വരണമെങ്കിൽ 12ൻ്റെ കൂടെ എത്രയോ കൂട്ടുമ്പോൾ 17 കിട്ടുന്നത്? 6 കൂട്ടുമ്പോൾ അല്ലേ? 6, 7, 8 ഇല്ല 6 അല്ല 5 കൂടുമ്പോൾ അല്ലേ? എത്ര കൂട്ടുമ്പോൾ? 5 കൂട്ടുമ്പോൾ. അപ്പോൾ 5. അപ്പോൾ 3p5. ഇതാണ് അടുത്ത ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ 3p5 ആണ് അവസാനത്തെ കോൺഫിഗറേഷൻ. 3p5. അപ്പോൾ മുമ്പ് ഏത് വരും? 3s2 വരും, 2p6 വരും, 2s2 വരും, 1s2 വരും. 1s2, 2s2, 2p6, 3s2, 3p5. അപ്പോൾ ബ്ലോക്ക് നമ്പറും തറവാണെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് ഏറ്റവും നല്ല റേഞ്ച് ചോദ്യങ്ങൾ. ഇത്തരം ചോദ്യങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഓറിയൻറ്റേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കാം. 2l+1 വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ടൈപ്പ് ചോദ്യങ്ങളാണ് ജനറലി ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇതിലും ട്വിസ്റ്റൊക്കെ വരാം. പക്ഷേ ട്വിസ്റ്റ് വന്നാലും ഇത്രയും ചോദ്യങ്ങൾ ചെയ്യാനുള്ള അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന ഏത് ചോദ്യവും ചെയ്യാം. ഇത് എന്തെങ്കിലും കാണാപ്പാടമാണിത്, തലയിൽ കാര്യം കത്തിയിട്ടില്ല, ചുമ്മാ ഇപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസും കാണാപ്പാടം മാത്രമാണെങ്കിൽ പണി കിട്ടും. കോൺസെപ്റ്റ് പിടികിട്ടിയ കുട്ടിക്ക് ഈ ചാപ്റ്ററിൻ്റെ ഈ ഭാഗത്തു നിന്ന് വരുന്ന ഏത് ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഗ്യാരണ്ടി ഉണ്ട്. എക്സാം എല്ലാവർക്കും നല്ല ഈസി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എന്നെ കൊണ്ട് അത്രയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.